ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഫിഷ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ഫിഷ് ദം ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അരി അതിലിട്ടിട്ട് ഊറ്റിയെടുക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ സെയിം ഓയിലേക്ക് തന്നെ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 4 കരയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3-4 കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ വാടി വന്നിട്ടുണ്ട്. അധികം കൂടി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൽ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്ന ആ കപ്പിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പീസ് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസ് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് കൊടുത്തത്. അതിനുശേഷം വെള്ളം മാറ്റിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ ഫുൾ എയർ പോയതിന് ശേഷം മാത്രം പിന്നെ കുക്കർ തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മീനൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കിങ് ഫിഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫിഷ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ പീസ് മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ എന്തോരം മീൻ എടുക്കുന്നുണ്ടോ അതനുസരിച്ച് ബാക്കി അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലെമൺ ജ്യൂസിന് പകരം വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ഫിഷിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ച എല്ലാ ഫിഷിലും ഇതുപോലെ തന്നെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ പീസസിലും ഞാൻ ഇത് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു 10-15 മിനിറ്റെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഫിഷിൻ്റെ പീസസ് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതൊരു സൈഡൊന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും തിരിച്ച് മറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മീനിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് അത് മാറ്റിയിട്ട് എല്ലാ പീസസ് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അടുത്തതായിട്ട് ഫിഷിൻ്റെ ഒന്ന് മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൊക്കനട്ട് ഓയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, ഒരു വലിയ സൈസ് സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള അതേ വാടി വന്നിട്ടുണ്ട്. അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി അതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് തൈരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോളം തൈര് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതേ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അത് അതിൽ കിടന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഇട്ട് കൊടുത്ത മീനിൻ്റെ മേലെയും കൂടി നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രേവി അതിൻ്റെ മേലെയും കൂടി ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷും ഗ്രേവിയൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് മീനിൻ്റെ പീസ് സെപ്പറേറ്റ് എടുത്ത് മാറ്റുന്നുണ്ട്. ആ ഗ്രേവിയിലേക്കാണ് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ റൈസ് ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മീനിൻ്റെ പീസസ് എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ മീനിൻ്റെ പീസ് സെപ്പറേറ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രേവിയിലേക്കാണ് ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ച റൈസാണ് കേട്ടോ. അത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇതുപോലെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് റൈസാണ്. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഇതുപോലെ റൈസ് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഞാൻ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ റൈസിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും കൂടി അതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കളറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതും കൂടി അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു ലെയറും കൂടിയും റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ ഒഴിച്ച് കൊടുത്ത ആ പാലിൻ്റെയും മഞ്ഞളിൻ്റെയും മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടവർക്ക് ആണെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീനിൻ്റെ പീസസ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിൻ്റെ മേലെ നമ്മളിപ്പോൾ ദം ഇട്ട് വെച്ച പാത്രം അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്